കേരളത്തിലെ ബി.ജെ.പിക്ക് വലിയ തിരിച്ചടി സമ്മാനിച്ച് ഇടഞ്ഞു നിൽക്കുകയാണ് കെ സുരേന്ദ്രനും മറ്റു നേതാക്കളും. കേരളത്തിലെ ബി.ജെ.പിയെ ഉള്ളം കൈയിലാക്കി കൊണ്ടു നടന്ന വി മുരളീധരനും കെ സുരേന്ദ്രനും ഇപ്പോൾ പടിക്ക് പുറത്താണ്. ഇതിന് പിന്നാലെ നേതൃയോഗത്തിൽ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് ബി.ജെ.പിയുടെ സെക്രട്ടേറിയറ്റ് സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് മുൻ സംസ്ഥാന പ്രസിഡന്റുമാരായ വി മുരളീധരനും കെ സുരേന്ദ്രനും. ചെന്നൈയിലെ പരിപാടിയിൽ ആയതിനാലാണ് ബി.ജെ.പി സെക്രട്ടേറിയറ്റ് വളയിൽ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കാത്തതെന്നാണ് വി മുരളീധരൻ വിഭാഗത്തിന്റെ വിശദീകരണം. തിരുവനന്തപുരത്തുണ്ടായിരുന്ന കെ സുരേന്ദ്രൻ പരിപാടിയിൽ പങ്കെടുക്കാതെ മുങ്ങുകയായിരുന്നു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ചേർന്ന ബി.ജെ.പി സംസ്ഥാന നേതൃയോഗത്തിലേക്ക് വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും ക്ഷണിച്ചിരുന്നില്ല. ഇതിൽ ഒരു വിഭാഗം വിമർശനം ഉന്നയിച്ചിരുന്നു. രാജീവ് ചന്ദ്രശേഖറിന്റെ കോർപ്പറേറ്റ് നയത്തിൽ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെ അടിച്ചമർത്താൻ സമ്മതിക്കില്ലെന്ന് യോഗത്തിൽ ഒരു വിഭാഗം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. നേരത്തെ തൃശൂരിൽ ചേർന്ന യോഗത്തിലും ഇരു നേതാക്കളെയും ക്ഷണിച്ചിരുന്നില്ല. ശോഭാ സുരേന്ദ്രനും യോഗത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. രാജീവ് ചന്ദ്രശേഖറിനോടുള്ള കലിപ്പ് പക്ഷേ സുരേന്ദ്രൻ മറച്ചുവെക്കുന്നില്ല. ഒരു സമരപരിപാടിയിൽ പങ്കെടുത്ത് നനഞ്ഞു കുതിർന്ന് നിൽക്കുന്ന സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെ സമരത്തീയിൽ എന്നാണ് സുരേന്ദ്രൻ വിശേഷിപ്പിക്കുന്നത്. ഇതൊരു ട്രോളാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്തിയതിലുള്ള കലിപ്പ് ഈ രീതിയിലൊക്കെ സുരേന്ദ്രൻ തീർക്കുകയാണ്. നേരത്തെ കേന്ദ്ര പദ്ധതികളുടെ ക്രെഡിറ്റിനായി ബി.ജെ.പിയിൽ തർക്കം രൂക്ഷമായിരിക്കുകയാണ്. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനും കേന്ദ്രമന്ത്രിമാരും തമ്മിലാണ് തർക്കം. നെടുമ്പാശ്ശേരി എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ ക്രെഡിറ്റ് ഏറ്റെടുത്ത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രംഗത്തെത്തിയതോടെ പൊട്ടിത്തെറി രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നത്. പദ്ധതിയുടെ ക്രെഡിറ്റ് രാജീവ് ചന്ദ്രശേഖറും അവകാശപ്പെട്ടിരുന്നു. ക്രെഡിറ്റ് തർക്കത്തെ പരോക്ഷമായി വിമർശിച്ച് മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും രംഗത്തെത്തിയതോടെ കളി വീണ്ടും മാറി. PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കിയതിന്റെ ക്രെഡിറ്റ് ABVPക്കാണ് എന്നാണ് സുരേന്ദ്രന്റെ പരിഹാസം. ഇതിനുശേഷമാണ് രാജീവ് ചന്ദ്രശേഖറിനെ പരിഹസിച്ച് സുരേന്ദ്രൻ എത്തിയത്. കഴിഞ്ഞ ദിവസം കേരളത്തിന് വന്ദേ ഭാരത് അനുവദിച്ചപ്പോൾ അത് താൻ ആവശ്യപ്പെട്ടിട്ടാണ് എന്ന തരത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. പിന്നാലെ പല നേതാക്കളും അവകാശവാദവുമായി വന്നു. നെടുമ്പാശ്ശേരി എയർപോർട്ടിനോട് ചേർന്ന് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കാനുള്ള കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ അറിയിപ്പ് വന്നപ്പോൾ ജോർജ് കുര്യനാണ് ആദ്യം പോസ്റ്റ് ഇട്ടത്. പിന്നീട് രാജീവ് ചന്ദ്രശേഖറും താൻ ഈ കാര്യം ആവശ്യപ്പെട്ടിരുന്നു എന്ന മട്ടിൽ പോസ്റ്റ് ഇടുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വീണ്ടും PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കെ സുരേന്ദ്രൻ ഒരു പോസ്റ്റ് ഇട്ടു. PM ശ്രീ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതിന്റെ ക്രെഡിറ്റ് ABVPക്കാണ് എന്നായിരുന്നു സുരേന്ദ്രന്റെ പോസ്റ്റ്. അത് ഉന്നം വെച്ചത് രാജീവ് ചന്ദ്രശേഖറിനെ ആയിരുന്നു. പിന്നാലെയാണ് സമരത്തീയിൽ ട്രോളുമായി സുരേന്ദ്രൻ അവതരിച്ചത്.